जी स्वागतम। भारत माता की भारत माता की भारत माता की भारत माता की स्वागतम सुस्वागतम स्वागतम सुस्वागतम। के सुरेंद्र जी की स्वागतम स्वागतम सुस्वागतम स्वागतम सुस्वागतम स्वागतम सुस्वागतम स्वागतम सुस्वागतम स्वागतम सुस्वागतम स्वागतम सुस्वागतम। के सुरेंद्र जी की स्वागतम स्वागतम सुस्वागतम। ബഹുമാനായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാർച്ച് 5-ന് നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര കഴിഞ്ഞ 3 ദിവസമായി പത്തനംതിട്ട, മാവേലിക്കര, കൊല്ലം പാർലമെന്റ് കഴിഞ്ഞ് ഇന്ന് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ പാർലമെന്റിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി അധ്യക്ഷനായിട്ടുള്ള ശബരിമല സമരത്തിന്റെ നായകനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവർ നിങ്ങളുടെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ യാത്രയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ യാത്രയിൽ സ്ഥിരാംഗങ്ങളായി ശ്രീ കെ സുരേന്ദ്രനോടൊപ്പം യാത്ര ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവ് ബഹുമാനായിട്ടുള്ള ഡോക്ടർ പി ടി വാസൻ, അതുപോലെ ശ്രീ രാമനായർ, ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ശ്രീ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രാജീവ് പ്രസാദ്, ബിജെപിയുടെ ദക്ഷിണമേഖലാ പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള ശ്രീ വെള്ളിയാങ്കുളം പരമേശ്വരൻ, ബിജെപിയുടെ ബഹുമാനായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ്, ദക്ഷിണമേഖലാ ഉപാധ്യക്ഷൻ ബഹുമാനായിട്ടുള്ള തോട്ടക്കാട് ശശി തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരാണ് സ്ഥിരാംഗങ്ങളായി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണങ്ങൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റി ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കുവാൻ ബഹുമാനായിട്ടുള്ള നമ്മുടെ യാത്രാ നായകൻ ശ്രീ കെ സുരേന്ദ്രൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യാത്രാ നായകന് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം നൽകുന്ന ആവേശകരമായ സ്വീകരണമാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് മണാമ്പൂർ ജില്ലയുടെ നേതൃത്വത്തിൽ നൽകുന്ന ആവേശകരമായ സ്വീകരണമാണ് ആറ്റിങ്ങൽ. യാത്രാ നായകനെ സ്വീകരിക്കുവാൻ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരേണ്ടവരാണ്. യാത്രാ നായകന് സ്വീകരണം കൊടുക്കേണ്ടവർ ഇതിന്റെ സൈനായിട്ട് വരിക. പെട്ടെന്ന് പേര് വിളിക്കണം. സമയം ഒരുപാട് വൈകിയെന്നറിയാമോ. പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹികൾ കൊണ്ടാണ് വിളിക്കുന്നത്. ശിവപിള്ള, ശ്രീലത, ഷക്കീല, ജില്ലാ വൈസ് പ്രസിഡന്റ് ജനകുമാരി, ജയകുമാർ, രതി, സന്ധ്യ, അഡ്വക്കേറ്റ് അതുൽ, ശ്രീകുമാർ, അജി ഒറ്റൂർ, NS രവി, പ്രദീപ് ദർശനാഭട്ടം, മക്കം അജിത്, ഷിനോർ, വിനേഷ്, മണ്ണാമറച്ചയുടെ ജില്ലാ പ്രസിഡന്റ് വിനേഷ്, ഉല്ലാസ് കുമാർ, ഗീത, രാജേഷ് കൊടുവന്നൂർ, സോൾ, ഷീല നിക്കോൾ, പ്രസന്ന തെറ്റിക്കുളം, ചന്ദ്രഹാസൻ, ദീപു, പത്മനാഭൻ, ചന്ദ്രബാബു, സന്തോഷ്, കൗൺസിലർ, BMS മേഖലാ സെക്രട്ടറി രാജശേഖരൻ നായർ, ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി ബിജു വർക്കർ, സഹകരണ ഭാരതി ജില്ലാ പ്രസിഡന്റ് ശങ്കർജി തോട്ടക്കാട്, അനിൽ ബാബറ, അഡ്വക്കേറ്റ് ജയപ്രകാശ്, സന്തോഷ് ഉച്ചൂർ,
ഗോപിനാഥനത്തൂർ, രാധാകൃഷ്ണനത്തൂർ, ലോഹിദാസൻ മക്കം, ദിലീപ് മക്കം, ജോഷി, ദിലീപ്, സന്തോഷ്, പ്രസന്നൻ, ഗിരീഷ്, രാജേഷ്, മോഹനൻ ചെന്നമൂട്, ദാസുജി, രഞ്ജിത്ത്, ബിജു, ചന്ദ്രബാബു, ശശാങ്കൻ, വരദരാജൻ, സജീവ്, സന്തോഷ്, ഉല്ലാസ്, ശ്രീജിത്ത്, പ്രസാദ്, ലായി, ലീം, മിനി, ഉത്തമൻ, ബോസ്, ലാൽ സിംഗ്, ബിനു, പ്രകാശ്, ജനക, മോഹൻ നായർ, മധു, ഷിബുലാൽ, മോഹൻ നായർ, ബാബിയ, വിനോദ്, കൃഷ്ണൻകുട്ടി, പ്രസന്നൻ, സുജിത്ത്, പ്രസന്നൻ, രാജീവ് പട്ടുള്ള, ജയൻ, പ്രവീൺ, രഞ്ജിന്, പ്രദീപ് കുമാർ, തേക്കിൻകാട് രാജേഷ്, രത്നാകരൻ, മുരളി, പ്രിയരഞ്ജിനി, ബിജു കടവള, സുധീശൻ വെള്ളല്ലൂർ, രാധാകൃഷ്ണൻ, പ്രദീപ്, സുരേഷ്, ശശാങ്കൻ, ദിവാകരൻ പിള്ള, സുധീശൻ, സുരൽ ദത്ത്, ഇന്ദിര, രാജശ്രീ, ചന്ദ്രൻ, തേക്കിൻകാട്, അമൃത, ഇന്ദിര, രാജീവ്, രാജു, രതീഷ് വഞ്ചൂർ, ശശി, പത്മൻ, രവി, ശോഭന, കുമാരപിള്ള, സഞ്ജു, അർജുനൻ, ഷിബു, ബാബു, അനിൽകുമാർ, സുധാകരൻ, സുമി, സതീശൻ, പ്രദീപ്, സുനിൽ, വേലപ്പൻ നായർ, ബിജു, സജീവ്, സജീവൻ, അമൽ, സത്യബാബു, രാധാകൃഷ്ണൻ, ജയൻ വാലുവച്ച, ശ്രീനിവാസൻ, വിനു, രഞ്ജിത്ത്, രവീന്ദ്രൻ, ശിവകുമാർ, ദീപക്, മനോജ്, അനൂപ്, രാജേഷ്, കണ്ണൻ, മഹേഷ്, ഉണ്ണി, സജി, സൂരജ്, മനോജ്, കുമാർ, ഷിനോദ്, അഡ്വക്കേറ്റ് അകുലൻ, പ്രസാദ്, ജയചന്ദ്രൻ, വിനോദ്, രാമൻകുട്ടി നായർ, വേണു, അയ്യപ്പൻ, പ്രവീൺ, വിജയകുമാർ, ജയൻ, പ്രദേശ്, ഗോപകുമാർ, ബിജു, മണികണ്ഠൻ നായർ, അനിൽ, രാജേഷ്, ഷക്കീല, ചന്ദ്രഹാസൻ, മനോജ്, രഞ്ജിത് കുമാർ, ശിവകുമാർ, ഷാജു, രാമചന്ദ്രൻ നായർ, മുകേഷ്, സന്തോഷ്, പ്രിയനാഥ്, ജി സുരേഷ്, അശോകൻ, ഗോപകുമാർ, ഷൈജു, സുഭാഷ്, തുളസീധരൻ പിള്ള, ശ്രീജിത്ത്, തങ്കപ്പൻ പിള്ള, ഗോവിന്ദൻ പിള്ള, ഗംഗാധര പിള്ള, സുനിൽകുമാർ, ജയശങ്കർ, പ്രസന്നൻ, കെ രവി, രാഹുൽ, നന്ദു, സന്തോഷ്, പുരുഷോത്തമൻ, പ്രേംരാജ്, സജയ് എസ്, ശ്രീജിത്ത്, വിനയൻ, സജിത്ത്, അജയൻ, ഷാജിലാൽ, ഹരി, ജയൻ, സത്യൻ, ബാബു, സുഗതൻ, സുമംഗല, ബിജു, അനുശങ്കർ, ബിജു, മണിക്കുട്ടൻ, ഷൈൻ, അജിത് കുമാർ. നമ്മുടെ പ്രവർത്തകർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചവർ ദയവ് ചെയ്ത് പുറത്തോട്ട് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വീകരണം കഴിഞ്ഞവർ ഈ വേദിയിൽ നിന്നും സകലം അകലം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നഗരൂർ വിമേഷ്, ദീപു മണമ്പൂർ, വിനോദ്, അഖിൽ. അപ്പുറം പോട്ടെ, അവിടെ കയ്യിൽ തിരക്കില്ല. സ്വീകരിക്കുവാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി സ്വീകരിക്കാനുള്ളവർ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിവർത്തന ജാഥയുടെ ആറ്റിങ്ങിൽ എത്തിച്ചേർന്ന ജാഥാ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നതിന് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ
ഇവിടെ നിർത്തി ചെയ്യാം, ഇവിടെ നിർത്തി ചെയ്യാം. അല്ല ചേട്ടാ, ഇവിടെ നിർത്തി. സ്വീകരിക്കുവാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെറിയ പ്രശ്നമുണ്ട്, അത് കഴിഞ്ഞല്ലോ. ജയിൽവാസം ഈ മേഖലയിൽ ശബരിമല ശർമ്മസമിതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ധരിച്ച് ആഴ്ചകളോളം നേരിട്ടുള്ള ഇവരുടെ പ്രവർത്തകരെ ഏറെ നാൾ ജയിൽവാസം അനുഭവിച്ച നമ്മുടെ സമരനായകൻ സ്വീകരിക്കുന്നു. ആദ്യമായി മണ്ഡലം പ്രസിഡന്റ് മണമൂർ ദിലീപ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ചെമ്പശ്ശേരി ദിനു, അജിത് പ്രസാദ്, രാജേഷ് മാധവൻ, മുകേഷ് പോറ്റി, രാജശേഖരൻ, ചന്ദ്രബാബു, രതീഷ്, അനീഷ്, വിനോദ്, ശിവപ്രസാദ്, ഉല്ലാസ് കുമാർ, സുരേഷ്, ദീപു, സുനിൽ രാജ്, വിജയകുമാർ, അർജുനൻ, സഞ്ജു, ദിനേഷ് നഗരൂർ, ജ്യോതി. സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമരനായകൻ ശ്രീ സുരേന്ദ്രൻജി നിങ്ങളോട് സംസാരിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ദിലീപ് അവർ, പാർട്ടിയുടെ ജില്ലാ ചെമ്പാടിന്റെ ഉദയൻ, ബിജുലി നായർ, ശ്രീ ആർ എസ് രാജീവ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഒട്ടേറെ നേതാക്കളുണ്ട്. സമയം വൈകിട്ടുണ്ട്, എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല. ശ്രീ രാജീവ് പ്രസാദ്, സതീഷ്, ജനകം കുമാരി, മലയാളമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് വല്യേശ്വരൻ ബിന്ദു, ദീപക് ചെമ്പകശ്ശേരി, ഇന്ത്യയുടെ പ്രസിഡന്റ് സുധീർ, നിരവധി പുല്ലേക്കുളം പരമേശ്വരൻ നേതാക്കന്മാരുണ്ട്. അവരുടെ എല്ലാം പേരുകൾ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ വളരെ നേരമായിട്ട് ഈ കത്തുന്ന വെയിൽ സത്യത്തിൽ കുടുംബം ആയതിനുള്ള നീന്തത്തിലേക്കാണ് വലിയ ചൂടാണ്. അതുകൊണ്ട് ഇത്രയും നേരം ഈ പൊരി വെയിലത്ത് നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. പരിവർത്തന യാത്രയോടുള്ള
കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം കാണിക്കുന്നതാണ് ഈ കത്തുന്ന വെയിലും നിങ്ങൾ ഇത്രയും നേരം ഇവിടെ കാത്തു നിൽക്കണമെന്ന് തെളിയിക്കുന്നത്. കേരളം വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കാതോർത്ത് നിൽക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറും. 2021 കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2019 തെരഞ്ഞെടുപ്പ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്ര 2019 ഏപ്രിൽ മെയ് മാസം ഈ പൊതു തെരഞ്ഞെടുപ്പോടുകൂടി ആരംഭിക്കുകയാണ്. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടുമായി അധികാരത്തിൽ രണ്ടാം ഘട്ടവും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ എതിരാളികൾക്ക് പോലും സംശയമില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുലായം സിംഗ് യാദവും മായാവതിയും മമതാ ബാനർജിയും DMKയും എല്ലാവരും ഒരുമിച്ചിരിക്കുക. എല്ലാ കള്ളന്മാരും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒറ്റക്കെട്ടായിരിക്കുകയാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലുള്ള എല്ലാ അധർമ്മികളും എല്ലാ കള്ളന്മാരും ആ നാട്ടിലെ രാജാവിനെതിരെ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചു കൊള്ളണം, ആ നാട്ടിലെ രാജാവ് ഏറ്റവും നീതിമാനായിട്ടുള്ള രാജാവായിരിക്കും. അതാണ് മോദിയുടെ സ്ഥിതി. നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ, ഇത്രയധികം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ താഴെ ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ രാജ്യം മുഴുവൻ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. മോദി ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞത്. ഒന്നും ചെയ്യാത്ത മോദിയെ തോൽപ്പിക്കാൻ പിന്നെ എന്തിനെല്ലാം ഒന്നിക്കുന്നത്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒറ്റ മുന്നണിയായിട്ട് മാറി. ഈ ആറ്റിങ്ങൽ MP-യുടെ പിതാവ് നല്ല രാഷ്ട്രീയ ചരിത്രം ഓർമ്മയുണ്ടാവും. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർന്ന് അച്യുതമേനോന്റെ ഗ്രൂപ്പ്, ഇപ്പോഴത്തെ CPI, ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന പാർട്ടി, അത് കോൺഗ്രസിന്റെ കൂടെ പോയപ്പോ CPM-ന്റെ ആളുകൾ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ മറന്നുപോയെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ചേരാട്ട അച്യുതമേനോനെ ചേരല്ലാത്തത് ചെയ്യല്ലേ. എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല, ചേരാട്ട അച്ചു പണ്ടേ അല്ല. മക്കള തെറ്റ് ചെക്കൊടി താഴെ, പിടിയുടെ തെറ്റ് മൂവർണ്ണം കൊടി. കോൺഗ്രസുമായി CPI കൂട്ടുകൂടുന്നതിന് അവർ വിളിച്ച മുദ്രാവാക്യമാണ്. ഇന്ന് അതേ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടുകയാണ് CPM. ബംഗാളിൽ ധാരണ, തമിഴ്നാട്ടിൽ ധാരണ. ഇവിടെ എന്തിനാണ് രണ്ടുപേർ മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഒരു കാര്യം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. അടുത്ത പ്രാവശ്യം സമ്പത്ത് വല്ല ആപ്പിളിലോ മുന്തിരിയിലോ തേങ്ങയിലോ മാങ്ങയിലോ ഒക്കെ മത്സരിക്കേണ്ടി വരും. ആ കാര്യത്തിൽ ഒരു സംശയം കൊണ്ടുപോകണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ഒരു ചിഹ്നം, ഒരു ദേശീയ പാർട്ടി എന്നുള്ള പദവി CPIM നഷ്ടപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതിന്റെ വേവലാതിയാണ് ഈ കാണുന്നതല്ല. ഒരു സംശയം വേണ്ട, നരേന്ദ്രമോദി ജയിക്കും, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എല്ലാവരും ചോദിക്കുന്നത് കേരളത്തിൽ എന്താവും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ പരിവർത്തന യാത്ര തേടുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താവും എന്നുള്ളതിന്റെ തെളിവ് ഇന്ന് രാവിലത്തെ പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോഴേക്ക് തന്നെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു സൂചന വരുമ്പോഴേക്ക് തന്നെ കാണുന്ന വേവലാതി ഉണ്ടല്ലോ. തിരുവനന്തപുരത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തേക്ക് വരുമ്പോഴേക്ക് തന്നെ ഈ രണ്ട് മുന്നണികൾ കാണുന്ന കാണിക്കുന്ന വേവലാതി ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ചും അതേണ്ടി കൊല്ലത്തെ സ്ഥാനാർത്ഥി അതെല്ലാം വരുമ്പോഴേക്കും കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്, ഈ രണ്ട് മുന്നണികളുടെയും അവസ്ഥ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിന്റെ സൂചനയാണത്. സുഹൃത്തുക്കളെ, ഒരു രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആവശ്യമുണ്ട്. കേരളത്തിന്റെ വികസനം, കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, കേരളത്തിൽ
കേരളത്തിൽ ഒരു സംസ്കാരവും തനിമയനുസരിച്ച് ഒരു കേരള തനിമ നമ്മുടെ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. ആ നവോത്ഥാനത്തിലേക്ക് ആളുകൾ ഇവിടുത്തെ ജാതി മത ശക്തികളുമായിട്ട് ചേർന്നല്ലേ മത്സരിക്കുന്നത്. MLA-മാരെ കൂട്ടത്തോടെ മത്സരിപ്പിക്കും. ജനപിന്തുണ നഷ്ടപ്പെട്ടവര് MLA-മാരെ കൂട്ടത്തോടെ മത്സരിപ്പിക്കുക. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ നവോത്ഥാന നായകന്മാരാണെന്നാണ് പറയുന്നത്. എന്താ നവോത്ഥാനം? ആറന്മുളയിൽ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ജാതി രാഷ്ട്രീയം, ജാതി മത ചിന്തകൾ ഒഴിവാക്കണം. ശബരിമലയിൽ പെണ്ണുങ്ങൾ കേൾക്കണം, യുവതികളെ ശബരിമലയിൽ എത്തിക്കണം. നവോത്ഥാനത്തിന് ആളുകളാണ്. പക്ഷെ പത്തനംതിട്ടയിൽ നവോത്ഥാനമില്ല. മലപ്പുറത്ത് പൊന്നാനിയിൽ നവോത്ഥാനമില്ല. പൊന്നാനിയിൽ ആരെയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത്? പത്തനംതിട്ടയിൽ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? ഇതെല്ലാം ജാതി മതശക്തികളുടെ, ഈ നാട്ടിലെ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ജാതി മതശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. CPI സ്ഥാനാർത്ഥികളെ നിർത്തി പെണ്ണുങ്ങളെ ഇല്ല. യുവതികൾ മല കയറട്ടെ എന്നാണ്, പാർലമെന്റിലേക്ക് പോകട്ടെന്നാണ് CPI പറയുന്നത്. എന്ത് നവോത്ഥാനത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ജാതി മതശക്തികളെ പ്രീണിപ്പിക്കുന്നു, MLA-മാരെ രംഗത്തിറക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കോൺഗ്രസും ഒരു MLA-നെയാണ് കൊണ്ടുവരുന്നത്. ഈ MLA-മാരൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ MLA സ്ഥാനം എഴുതി കൊടുത്ത്, രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് വേണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. അല്ലാതെ ജനങ്ങളെ കുട്ടികളാക്കരുത്. രാജിക്കത്ത് കൊടുക്കുക. എന്നിട്ട് അപ്പൊ ജനങ്ങളെ വിശ്വാസമില്ല. ജനങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ രാജിക്കത്ത് കൊടുക്കണം. ഉമ്മൻചാണ്ടി രാജിക്കത്തിലാണ്. ആറ്റിങ്ങൽ നമ്മുടെ കോഴിക്കോട് അടൂർ പ്രകാശ് വരണമെങ്കിൽ ആദ്യം സ്പീക്കർക്ക് രാജിക്കത്ത് കൊടുക്കും. CPM-ന്റെ 5 MLA-മാരാണ് മത്സരിക്കുന്നതാണ് മുന്നണി. ഇവരെ തിരുവനന്തപുരത്തേക്കാണ് അയച്ചത്. ദില്ലിയിലേക്ക് പോകണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ദില്ലിയിലേക്ക് പോവാൻ വേറെ ആളുകൾ ഇവിടെ റെഡിയായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലത്. 2019 തെരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവാവും. ആ വഴിത്തിരിവ് കേരളത്തിന് പ്രയോജനകരമാവുന്ന നിലയിൽ BJP-ക്ക് അനുകൂലമായിട്ട് ഈ നാടിൽ വികസനം എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. പരിവർത്തന യാത്ര നിങ്ങളുടെ എല്ലാവരുടെ മത്സരിക്കുന്ന അതാണ്. നിങ്ങൾ ഈ പൊലിമയിൽ നൽകിയ പുഷ്പളമായിട്ടുള്ള സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി